നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറി, പലയിടത്തും വെള്ളക്കെട്ടുകളും. കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിലാണ് കനത്ത മഴയെ തുടർന്ന് വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടത്. ഓടകൾ വൃത്തിയാക്കാത്തതാണ് ഒന്നാംകല്ലിലും കാഞ്ഞിരക്കോടും റോഡ് തോടാകാൻ കാരണമെന്നാണ് ആക്ഷേപം. യാത്ര ദുരിതപൂർണമായ സാഹചര്യത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് നാട്ടുകാരുടെ ആവശ്യം. ഷൊർണൂരിലെ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ 8ഓളം വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായി. മലിനജലച്ചാൽ അടഞ്ഞുകിടക്കുന്നത് തടസ്സമായിട്ടും നഗരസഭയും PWDയും പരസ്പരം പഴിചാരുന്നു. ചന്ദ്രാപിന്നിയിൽ പുലർച്ചെയുണ്ടായ അതിശക്തമായ ഇടിമിന്നലിൽ പശുവും പശുക്കുട്ടിയും ചത്തു. പാൽ കറക്കാൻ മുറ്റത്തേക്കിറങ്ങിയ സുധീർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റൊരു പശുവിനെ ശുശ്രൂഷിച്ച് രക്ഷിച്ചു. പ്രധാന ഉപജീവന മാർഗം തകർന്നതോടെ കർഷക കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ. പെരുമ്പിലാവിലും ചെറുതുരുത്തിയിലുമായി നടത്തിയ ലഹരിവേട്ടയിൽ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. പെരുമ്പിലാവിൽ ചേസിങ്ങിൽ പോലീസ് വാഹനം ഇടിച്ചു തകർക്കാൻ ശ്രമിച്ച പ്രതികളിൽ നിന്ന് 35 കിലോ കഞ്ചാവ് പിടിച്ചു. ചൊവ്വന്നൂർ സ്വദേശി സനൽ, മലപ്പുറം സ്വദേശി മുബഷീർ എന്നിവരാണ് പിടിയിലായത്. തൂഫാൻ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെറുതുരുത്തിയിൽ വെച്ച് വട്ടപ്പറമ്പിൽ അൻസാർ അലിയും പോലീസ് വലയിലായി. ഷൊർണൂർ കുളപ്പുള്ളിയിൽ CCTV വയർ മുറിച്ച് ബൈക്ക് മോഷ്ടിച്ച കള്ളന് ബൈക്ക് തന്നെ പണികൊടുത്തു. വഴിയിലായതോടെ സ്കൂട്ടറും മറ്റൊരു ബൈക്കും മോഷ്ടിച്ച് പുലാമന്തോളിലേക്ക് കടന്നു കളഞ്ഞു മോഷ്ടാവ്. SI KP അശ്വിൻ്റെ നേതൃത്വത്തിൽ CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം. മോഷ്ടിച്ച സ്കൂട്ടർ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി. വടക്കാഞ്ചേരിയിലും തിരുവല്ലുവാമലയിലും പ്രവർത്തിച്ചിരുന്ന ശ്രീപത്മം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് സ്ഥാപനത്തിന്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും തട്ടിയെടുത്ത് മുങ്ങിയ മുഖ്യപ്രതി ചേർപ്പ് സ്വദേശിനി സൗമ്യ വിപിൻ അറസ്റ്റിലായി. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പൊതുജനങ്ങളിൽ നിന്നും ജോലി സ്ഥിരപ്പെടുത്താമെന്ന് വിശ്വസിപ്പിച്ച് ജീവനക്കാരിൽ നിന്നും നിലവിൽ 15,87,000 രൂപയും 60 പവൻ സ്വർണവും തട്ടിയെടുത്തതായതാണ് ഇവർക്കെതിരെയുള്ള പരാതി. പണം തട്ടിയ ശേഷം കേരളത്തിന് പുറത്തടക്കം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ വടക്കാഞ്ചേരി പോലീസ് ചേർപ്പിലെ വീട്ടിൽ വെച്ച് അതിവിദഗ്ധമായി പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.